ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിനകത്തെ ഇത്രയധികം പ്രശ്നങ്ങൾ അത് കേൾവി പോലുമില്ലാത്ത കാര്യമാണ്. വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിനകത്ത് റയൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പല താരങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നു. റൂഡിഗറും കരേരസും തമ്മിൽ ഏറ്റുമുട്ടി എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. കൂടാതെ ഫെഡെ വാൽവർദേയും അതുപോലെ തന്നെ ചുവാമനിയും തമ്മിൽ വലിയ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പരിശീലകനുമായി പല താരങ്ങൾക്കും ഇപ്പോൾ എതിർപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അൽവാരോ അർബിലോവ ഈ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം 6 താരങ്ങൾ ഈ പരിശീലകനുമായി ഏറ്റുമുട്ടി, അതല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെട്ടു, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ 6 താരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് കമവിംഗയാണ്. അതായത് അർബിലോവയുടെ ആദ്യ മത്സരങ്ങളിൽ ഒന്നിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിലുള്ള അതൃപ്തി കാരണം കമവിംഗ ഈ പരിശീലകനെതിരെ തിരിഞ്ഞിരുന്നു, അദ്ദേഹത്തോട് പ്രതികരിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ താരം അത് ഡാനി കാർവഹലാണ്. അതായത് വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ഡാനി കാർവഹലിനെ പരിശീലകൻ പുറത്തിരുത്തി. എന്നിട്ട് അക്കാദമി താരമായ ഡേവിഡ് ജിമിനസിനെ അദ്ദേഹം കളിപ്പിച്ചു. ഇത് കാർവഹലിനെ ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ താരം അത് അൽവാരോ കരേരസ് ആണ്. അതായത് റയോ വല്ലക്കാനക്കെതിരെയുള്ള മത്സരത്തിൽ ഇദ്ദേഹത്തെ പരിശീലകൻ ഒഴിവാക്കിയിരുന്നു. അത് കരേരസിനെ ദേഷ്യം പിടിപ്പിച്ചു. അങ്ങനെ അവിടെ ഒരു തർക്കത്തിന് കാരണമായി എന്നാണ് മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത്. നാലാമത്തേത് ഡേവിഡ് അലാബ. അതായത് ഈ പരിശീലകൻ അലാബക്ക് അവസരങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ഇക്കാര്യത്തിൽ അലാബക്ക് പരിശീലകനോട് വലിയ എതിർപ്പുണ്ട്. നിലവിൽ താരവും പരിശീലകനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത താരം അത് റൗൾ അസെൻസിയോയാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ റൗൾ അസെൻസിയോയെ ഈ പരിശീലകൻ പുറത്തിരുത്തിയിരുന്നു. അത് അസെൻസിയോ പരിശീലകനോട് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത താരം ഡാനി സബയോസ് ആണ്. അതായത് പരിശീലകനുമായുള്ള എല്ലാ ബന്ധവും സബയോസ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് സബയോസ് നേരിട്ട് ചെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സബയോസിന് അവസരങ്ങൾ ഒന്നും തന്നെ അർബിലോവ നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവിധ ബന്ധവും ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടാൻ സബയോസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്ലബിനകത്തെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിശീലകനുമായി ഇപ്പോൾ ഉടക്കിലാണ്. ഈ സീസണോടുകൂടി അർബിലോവ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. പുതിയ പരിശീലകൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി റയലിൻ്റെ ഡ്രസ്സിംഗ് റൂമിനെ ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.